Structure of atom, part 5. Next part, photoelectric effect. First one. നിങ്ങളത് നോക്കിക്കോ. പിന്നെ മെറ്റലിൻ്റെ സർഫസിൽ റേഡിയേഷൻ വന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലെ റേഡിയേഷൻ വേണം. അതായത് ഒരു റേഡിയേഷന് ഒരു മിനിമം ഫ്രീക്വൻസിയെങ്കിലും വേണം. ഇപ്പം സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്തു. ദിസ് ഫിനോമിന ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? The phenomenon of ejection of electrons from the surface of a metal when suitable frequency of radiation strikes on it. Clear? This is called a photoelectric effect, and the ejected electrons are called photoelectrons. അപ്പോൾ അവിടുന്ന് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലെ റേഡിയേഷൻ ഒരു മെറ്റലിൻ്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യുന്ന ഫിനോമിൻ്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അങ്ങനെ ദിസ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ദ നെക്സ്റ്റ് ശരിക്കും ഒന്ന് മനസ്സിലായിക്കോ. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാം? ഫസ്റ്റ് പോയിന്റ് വളരെ ഈസി. ഒരു മിനിമം ഫ്രീക്വൻസി വേണം ആർക്ക്? റേഡിയേഷന്, ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ദ മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ബൈ ദി റേഡിയേഷൻ to eject an electron from the surface of a metal is called threshold frequency. What is threshold frequency? The minimum frequency required by the radiation to eject an electron from the surface of a metal. അതായത് ഒരു മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ ഇജക്റ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഒരു മിനിമം ഫ്രീക്വൻസിന് പറയുന്ന പേര് ത്രഷോൾഡ് ഫ്രീക്വൻസി. സെക്കൻഡ് വൺ, ഞാൻ ആ റേഡിയേഷൻ വന്നിട്ട് അവിടെ എത്ര സ്പീഡിലാണോ അവിടെ മെറ്റലിൻ്റെ സർഫസിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് അത്രയും സ്പീഡിൽ ആ ഇലക്ട്രോൺ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഇജക്റ്റ് ചെയ്യും. സോ ദി വെലോസിറ്റി ഓഫ് എൻ ഇജക്റ്റഡ് ഇലക്ട്രോൺ, അവിടുന്ന് ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. ഓക്കെ, വെലോസിറ്റി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ. തേർഡ് പോയിന്റ് വരുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹൗ മെനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം the surface of a metal depends upon number of radiations strikes per area. അതിനെ നമ്മൾ പറയുന്ന പേരാണ് intensity of radiation. Okay, അപ്പോൾ what are the factors which depends upon photoelectric effect? First one, threshold frequency. Second one, velocity of incident radiation. Third one, intensity of radiation. Okay, the next part in the continuation ആണ്. For the explanation of this photoelectric effect, Max Planck proposed a theory known as quantum theory. അപ്പോൾ അതിൽ പറയുന്നത്, according to quantum theory, this radiant energy emitted or absorbed discontinuously in the form of small energy packets known as quanta or photon. അതായത് റേഡിയേഷൻ എനർജി, ഞാൻ പറഞ്ഞു റേഡിയേഷൻ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എനർജി ഓഫ് എ റേഡിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്രീക്വൻസി. ഫ്രീക്വൻസിയോടെ റെപ്രസെന്റ് ന്യൂ. That is, according to quantum theory, E proportional to nu, then E is equal to h nu. This h nu is called photon energy or quantum energy. Okay, where h is called Planck's constant value 6.626 into 10 raised to minus 34 joule second. Okay, ഈ രണ്ട് പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ക്വാണ്ടം തിയറി. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഇതിനോട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ഡി ബ്രോളി ഇക്വേഷൻ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അക്കോർഡിംഗ് ടു മാക്സ് പ്ലാങ്ക് E is equal to h nu. Clear? In accordance with the quantum theory, E is equal to h nu. That is, energy of a quanta or photon is equal to h nu. Then according to Einstein, in the case of light, നമ്മൾക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് E is equal to mc square. In the case of quantum theory, this equation, that is E is equal to h nu equation, is related to radiation. But in case of this, according to Einstein, E is equal to mc square equation is related to light. But we know that light is a kind of radiation. Light എന്താണ്? റേഡിയേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ so these two forms of energies are equal. Then h nu is equal to mc square. Then we know that nu is equal to c by lambda. So hc by lambda is equal to mc square. നിങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് ഓരോ c കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് കിട്ടും? h by lambda is equal to mc. Then lambda is equal to h by mc. M means mass, c means velocity. Then product of mass and velocity is called momentum. So represent by letter p. So lambda is equal to h by p.
where lambda wavelength, h Planck's constant, p momentum. So momentum is the product of mass and velocity. ഇനി നിങ്ങൾ അവിടെ ക്ലിയർ ചെയ്തോ. ഡിറൈവ് ഡി ബ്രോളി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെറിവേഷൻ കൊടുക്കുക. or what is ഡി ബ്രോളി ഇക്വേഷൻ? then lambda is equal to h by p. okay, then lambda, the term lambda means wavelength is related to wave, then p momentum which is related to particle. So according to de Broglie says that, or de Broglie suggestion നമ്മൾ വെച്ചിട്ട് പറയുന്നതാണ്, according to de Broglie, electron behaves as both wave like and particle like characteristics. Both wave like and particle like characteristics. This is called dual nature of electron. നിങ്ങൾ ചോദിക്കും, what is dual nature of electron? Simple. According to de Broglie, electron behaves as both wave like and particle like characteristics. okay, ഇനി ഇതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലം വരാറുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ. അപ്പോൾ വാട്ട് ഈസ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. ഓക്കെ, വെർ ലാംഡ വേവ് ലെങ്ത്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പി മൊമെന്റം. ദെൻ വാട്ട് ഈസ് ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോൺ? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, ഇലക്ട്രോൺ ബിഹേവ്സ് ആസ് ബോത്ത് വേവ് ലൈക്ക് ആൻഡ് പാർട്ടിക്കിൾ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡി ബ്രോഗ്ലി ഇക്വേഷനെ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിക്കോ. കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് എ ക്രിക്കറ്റ് ബോൾ ഓഫ് മാസ് 0.5 kilogram മൂവിങ് വിത്ത് എ വെലോസിറ്റി 2 km/h. ഇപ്പം നിങ്ങൾക്ക് അവിടെ മാസ് എന്നുണ്ട് 0.5 kilogram, വെലോസിറ്റി 2 km/h. നിങ്ങൾ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, എങ്കിൽ നിങ്ങൾ എച്ചിന്റെ വാല്യൂ അറിയാം, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ്. ഓക്കെ, ദെൻ നമ്മൾ ഇക്വേഷൻ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ലാംഡ ഇസ് കൂടെ എച്ച് ബൈ എം വി എന്ന് കൊടുക്കുക. എച്ചിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് 0.5, വെലോസിറ്റി 10/18 ആണ്. അത് നേരെ മുകളിലോട്ട് വരുമ്പോൾ 18 ആയില്ലേ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ 23.85 ഇൻറ്റു 10⁻⁻34 മീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെ ബേസ് ചെയ്യുന്ന പ്രോബ്ലം വരാറുണ്ട്, ഡി ബ്രോഗ്ലി ഇക്വേഷനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്, നിങ്ങളിപ്പം ഫസ്റ്റിൽ നിങ്ങൾ എന്ത്, അവിടെ ഞാൻ ഇക്വേഷനിൽ പറയുന്നതിന് മുമ്പേ പറയാം. ഫസ്റ്റ് നമുക്ക് ഒരു ഇലക്ട്രോൺ നമ്മളിപ്പോൾ ഒരു പൊസിഷനിൽ നിൽക്കുക. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റെ പൊസിഷൻ പറയാൻ പറ്റും. നെക്സ്റ്റ് അതേപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥാനം മാറിയിട്ട് വേറെ സ്ഥലത്ത് വെച്ചിട്ട് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി ഇത്രയാണെന്ന് പറയുന്നു. എൻ്റെ വെലോസിറ്റി ഇത്ര. ഓക്കെ, അത് പറയാം. അല്ലെങ്കിൽ എൻ്റെ മൊമെൻറ്റം ഇത്രയാണെന്ന് പറയുന്നു. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, പൊസിഷനും മൊമെൻറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളെ കേസിലാണ്, ബട്ട് ബോത്ത് ഓഫ് ദം കനോട്ട് ബി ഡിറ്റർമിൻഡ് സൈമിൾട്ടേനിയസ്ലി എന്ന് പറയും. ഒരേ സമയം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏതിൻ്റെ കേസിൽ? ഇലക്ട്രോണിനെ പോലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ. ഓക്കെ, എന്തെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് സൈമിൾട്ടേനിയസ്ലി. ഒരേ സമയം നമുക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല? പൊസിഷനും മൊമെൻറ്റും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു കേസിൽ ഫസ്റ്റ് ഐദർ ഡിറ്റർമിൻസ് പൊസിഷൻ ഓർ മൊമെൻറ്റം, ബട്ട് ബോത്ത് ഓഫ് ദം കനോട്ട് ബി ഡിറ്റർമിൻഡ് സൈമിൾട്ടേനിയസ്ലി. ദിസ് ഈസ് കോൾഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അവിടെ നമ്മൾ എക്സ്പ്രഷൻ നോക്കിക്കോ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π, where delta x is called uncertainty in position, delta p uncertainty in momentum, then delta p means uncertainty in momentum. So momentum means mass into velocity, so it can be replaced as m delta v. So next equation, delta x into m delta v greater than or equal to h by 4π, where delta v is called uncertainty in velocity. What is h? Planck's constant. ഓക്കെ, പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വാല്യൂ 3.14. അപ്പോൾ ഒന്നും കൂടെ, വാട്ട് ഈസ് ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സാമിൻ്റെ. അപ്പോൾ വാട്ട് ഈസ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ബോത്ത് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ സബറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ് സൈമിൾട്ടേനിയസ്ലി. നിങ്ങളവിടെ നോക്കുക, ഡെൽറ്റ എക്സ് മീൻസ്
അൺസർട്ടനിറ്റി പൊസിഷൻ, അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ ഡെൽറ്റ പി മീൻസ് അൺസർട്ടനിറ്റി മൊമെൻറ്റം, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡെൽറ്റ വി മീൻസ് അൺസർട്ടൻ വെലോസിറ്റി, അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന 4 ടേംസ് പറഞ്ഞാൽ ഫസ്റ്റ് വൺ what is photoelectric effect, second term, then what is one by quantum theory, then third one what is de Broglie equation, ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് നോക്കാം. ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ് മീൻസ് ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി സർഫസ് ഓഫ് എ മെറ്റൽ വെൻ suitable frequency radiation strikes on it. Then what is quantum theory? Radiant energy emitted or absorbed discontinuously in the form of small energy packets known as quanta or photon. Then energy of a quanta is directly proportional to frequency of radiation. That is E proportional to nu. Next de Broglie equation വന്നു. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ക്ലിയർ?